നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഈ അവസരം ഉപയോഗിച്ചില്ല എന്ന നിരീക്ഷണം വളരെ ശക്തമാണ്. നിരീക്ഷകർ ഉന്നയിക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ ശക്തമാണ്. ഒരു ചർച്ചയിലേക്ക് സർക്കാരിനെ കൊണ്ടുവരാൻ, ചർച്ചയുടെ മുൾമുനയിൽ സർക്കാരിനെ നിർത്താനുള്ള അവസരം പ്രതിപക്ഷം കളഞ്ഞു കുളിച്ചു എന്നാണോ? അതല്ല, പ്രതിപക്ഷം മറ്റെന്തോ ഉദ്ദേശിച്ച് ഇത് മാറ്റിവെച്ചു എന്നാണോ? എന്താണ് താങ്കൾ കരുതുന്നത് ജയചന്ദ്രൻ? പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്നുള്ളത് രാഷ്ട്രീയ കൗശലമാണ് തീരുമാനം എന്ന് കുറച്ചു മുമ്പ് പുറത്തു വന്നല്ലോ. രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് വലിയ വിശാല ശബരിമല ഭക്തസംഗമം നടത്താൻ തീരുമാനിച്ചല്ലോ UDF. നാളെ വീണ്ടും വിപുലമായ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നുണ്ട്. ഇന്ന് ചേർന്നിട്ടുള്ള തീരുമാനം ഇതാണ്: വിപുലമായ ഒരു ഭക്തജന സംഗമം നടത്തുക. 4 ജാഥകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പന്തളത്തേക്ക് സംഗമിക്കാൻ ഒരുങ്ങുന്നത്. ഈ മാസം ഒടുവിലാണെന്നാണ് ഞാൻ കേട്ടത്. അതിന്റെ ഡീറ്റെയിൽസ് നാളെയാണ് തീരുമാനിക്കുക. അപ്പോൾ നിയമസഭയിൽ അവർ ഈ വിഷയം കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് സുവ്യക്തം മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ. കാരണം നിയമസഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായിട്ടോ ചോദ്യോത്തരവേളയിലോ ഇനി ഈവൻ സബ്മിഷനായിട്ട് പോലുമോ ഉന്നയിച്ചാൽ ഗവൺമെന്റിന് പറയാനുള്ള അവസരം സ്വാഭാവികമായും ഉണ്ടാകും. അത്തരമൊരു സ്വാഭാവികമായ നീതി ഇക്കാര്യത്തിൽ പാലിക്കപ്പെട്ടുകൂടാ. മറിച്ച് ഉണ്ടാവേണ്ടത് എന്താണ്? രാഷ്ട്രീയമായ താല്പര്യങ്ങൾ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഇടപെടാനും നടപ്പാക്കാനും കഴിയുക എന്നുള്ളതാണ് കേരളത്തിലെ പ്രതിപക്ഷം ലാക്കാക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ പ്രധാനമായിട്ടും NBC ഇതിനകത്ത് വരുന്നത് ഈ പ്രശ്നത്തിൽ നമ്മൾ കാണുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, കണക്ക് പറഞ്ഞല്ലോ, നേരത്തെ 2019 9 ഗ്രാമിലധികം സ്വർണം കൂടുതലാണ് ഇപ്പോ ആ പാളികളിൽ ഉള്ളത് എന്ന് വ്യവസ്ഥാപിതമായി കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ രൂപീകരിക്കപ്പെട്ട ഒരു ഉന്നത അന്വേഷക സംഘം അവരുടെ അന്വേഷണം തുടങ്ങാൻ പോകുന്നു അടുത്ത ദിവസം മുതൽ. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ക്ഷമാപൂർവം അതിനുവേണ്ടി കാത്തിരിക്കണം. അപ്പൊ അതൊന്നും വേണ്ടാതെ, അതിനൊന്നും താല്പര്യപ്പെടാതെ പ്രതിപക്ഷം ഇത് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം സുവ്യക്തമാണല്ലോ. താല്പര്യം രാഷ്ട്രീയം മാത്രമാണ്. രാഷ്ട്രീയ താല്പര്യം ഏതു തരത്തിലാണ് പ്രവർത്തിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്കകൾ UDF രാഷ്ട്രീയത്തിൽ ഉണ്ടെന്നും അതിന്റെ പ്രതിഫലനമായിട്ട് ഇപ്പൊ ഈ അയ്യപ്പന്റെ പേരുള്ള പുതിയ സംവിധാനങ്ങളെ കൂടെ കൊണ്ടുവരിക. നേരത്തെ 20-ാം തീയതി പമ്പയിൽ കഴിഞ്ഞ മാസം ആഗോള അയ്യപ്പ സംഗമം നടന്നു. അതിന് ബദൽ എന്നുള്ള നിലയിൽ 22-ാം തീയതി പരിവാര സംഘടനകളുടെ ഭക്ത സംഗമം എന്ന് പറഞ്ഞ് പന്തളത്തോളം നമ്മൾ കണ്ടു. ഇനിയിപ്പോ UDFന്റെ നേതൃത്വത്തിൽ വിശാലമായ ഭക്തസംഗമം അതും പന്തളത്ത് തന്നെ വരാൻ പോകുന്നു. അപ്പൊ ഇതുകൊണ്ടൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ: ശബരിമലയിൽ എന്തോ ഭയങ്കര കൊള്ള നടക്കുന്നു എന്നാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വരാം വസന്ത്, ഇതാണോ സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ചെയ്യാൻ പോകുന്നത് ഇതാണോ? ശബരിമലയിൽ നീതി നടപ്പാക്കാൻ വേണ്ടി ഭക്തസംഗമം സംഘടിപ്പിക്കാനാണോ മതേതര രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ് ഒരുങ്ങാൻ പോകുന്നത്? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ കോൺഗ്രസിന് പ്രതിപക്ഷ കക്ഷി എന്ന നിലയ്ക്കും രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്കും അതിൽ ഇടപെടാം. അതിൽ ഒരു തർക്കവുമില്ല. അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, സാമൂഹ്യ പ്രശ്നമാണ്, നിയമപ്രശ്നമാണ്, ധാർമ്മിക പ്രശ്നവുമാണ്. പക്ഷേ ചിലരൊക്കെ ഹിന്ദുക്കളെ ഒന്നിക്കുവിൻ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ടല്ലോ കാർഡുകളും ആയിട്ട്. അത്തരത്തിലുള്ളൊരു ഭാഷ മറ്റൊരു തരത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണോ രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ് ശ്രമിക്കുന്നത്? താങ്കൾ ഒരു വിശദീകരണം അതിനിവിടെ നൽകുന്നത് നന്നായിരിക്കും. അല്ല, ഒന്ന് MJ പറഞ്ഞ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം. ഞാൻ അതാണ് ആവർത്തിച്ചത്.
അത് അങ്ങ് സമ്മപ്പ് ചെയ്തുകൊണ്ട് അത് മതിയാവും. അപ്പോൾ എന്റെ ചോദ്യം, ഈ അയ്യപ്പ സംഗമം നടത്തുന്നവരെല്ലാം സെക്യുലർ അല്ല എങ്കിൽ CPM സെക്യുലർ അല്ലേ? ആ വാദം നിങ്ങൾ അംഗീകരിക്കേണ്ടതായി വരും. 2, ഇപ്പോൾ 3 കക്ഷികൾ, കേരളത്തിലെ 3 രാഷ്ട്രീയ കക്ഷികൾ അയ്യപ്പ സംഗമം അല്ലെങ്കിൽ വിശ്വാസി സംഗമം എന്ന പേരിൽ അയ്യപ്പ ഭക്തരുമായി ബന്ധപ്പെട്ട സംഗമങ്ങൾ നടത്തി കഴിഞ്ഞു. ആദ്യം അത് നടത്തിയത് സർക്കാരാണ്. സർക്കാർ നടത്തിയതിൽ സർക്കാർ വലിയ കൊള്ളയുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. വെൽക്കം ഗിഫ്റ്റ് അടക്കം കോടിക്കണക്കിന് രൂപ അതിലേക്ക് പോകാം. അതിന്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. ഞങ്ങളുടെ വ്യത്യാസം എന്തുകൊണ്ട് ഞങ്ങൾ നടത്തുന്നു എന്നത് ഇപ്പോൾ അങ്ങേക്ക് മനസ്സിലാവും. അപ്പൊ നടത്തുന്നുണ്ട്. ഭക്തസംഗമം കോൺഗ്രസ് നടത്താൻ പോവുകയാണ്. സ്ഥിരീകരിക്കുന്നു. കൂടുതൽ സമയം എടുക്കില്ല. അതുകൊണ്ട് സ്ഥിരീകരിക്കുന്നു. അത് പറഞ്ഞിട്ട് കൂട്ടിച്ചേർത്തോളൂ. എന്താ സംശയം? തുടരൂ. കാര്യമെന്താ? സർക്കാർ നടത്തിയതിൽ ആള് കൂടിയില്ല എന്ന് ഞങ്ങൾ പറയുന്നു. അത് AI ആണ് എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇനി എന്തു ആയിക്കോട്ടെ, AAO IA എന്തേലും ആവട്ടെ, IA എന്നാണ് ആൾക്കാർ മൂക്കത്ത് വിരൽ വെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത് BJP നടത്തിയ എന്താ? സർക്കാർ അവരുടെ ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു, വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നു എന്ന കണക്കിന് കണ്ടപ്പോൾ അവർ പന്തളത്ത് ഒരു സംഗമം നടത്തി. എന്നാൽ ഞങ്ങൾ അപ്പോഴെല്ലാം വിട്ടുനിന്നവരാണ്. ഞങ്ങൾ ഇപ്പോഴെന്തിനാ സംഗമം നടത്തുന്നത്? അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കപ്പെടണം, അത് കൊള ചെയ്യപ്പെടുന്നു എന്ന് കൃത്യമായ എവിഡൻസുകൾ, കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും അയ്യപ്പന്റെ ആ സ്വത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണ്. അയ്യപ്പ ഭക്തർ അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സമര സംഗമം കൂടിയാണ്. വ്യക്തം